ബിഗ് ബോസിൽ ഇന്ന് വൈകുന്നേരം കിച്ചണിൽ നടന്ന വഴക്കിൽ അനുമോള് ഇത്രയും റിയാക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് കരുതുന്നവരുണ്ടാവാം. എന്തുകൊണ്ടായിരിക്കാം അനുമോൾ ഇങ്ങനെ റിയാക്ട് ചെയ്തത്? ആരുടെ ഭാഗത്താണ് ന്യായം? ജിസേല് ഇത്തിരി ആഹാരമല്ലേ എടുത്ത് കഴിച്ചുള്ളൂ, അതിന് ഇത്ര വലിയ പ്രശ്നമുണ്ടോ? എന്താണ് ശരിക്കും ഇന്ന് നടന്ന സംഭവങ്ങൾ? വളരെ വിശദമായിട്ട് തന്നെ ഈ വിഷയം നമുക്ക് നോക്കാം. എന്റെ അഭിപ്രായത്തിൽ ഇന്ന് നടന്ന സംഭവങ്ങളിൽ ഒരു കാര്യത്തിലൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും അനുമോളുടെ ഭാഗത്താണ് ന്യായമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ കരുതാൻ വാലിഡ് ആയിട്ടുള്ള കുറച്ച് റീസൺസ് ഉണ്ട്. അനുമോള് റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. വന്ന് നോക്കുമ്പോൾ കിച്ചണിൽ നമ്മുടെ നെവിൻ നിൽക്കുന്നുണ്ട്, എന്തോ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. തൊട്ടപ്പുറത്തായിട്ട് ജിസേലുണ്ട്, ഒണിയൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ചപ്പുറത്തായിട്ട് മാറി അപ്പാനിയും നിൽക്കുന്നുണ്ട്. അനുമോൾ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം കിച്ചൺ ടീം ഇപ്പോൾ അനുമോളുടേതാണ്. അനുമോൾ അറിയാതെ എങ്ങനെയാണ് അവിടെ മറ്റൊരാൾക്ക് കയറി കുക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ സ്വാഭാവികമായിട്ടും ലൈവ് കണ്ട പ്രേക്ഷകരിൽ കുറച്ച് പേരെങ്കിലും പറയും അതിന് കിച്ചൺ ടീം ക്യാപ്റ്റനായിട്ടുള്ള അപ്പാനിയുടെയും അതുപോലെ തന്നെ ആര്യന്റെയും പെർമിഷൻ എടുത്തിട്ടാണല്ലോ ജിസേൽ അകത്ത് നിൽക്കുന്നത് എന്ന്. ഒന്നാമത്തെ കാര്യം, കിച്ചന്റെ കാര്യത്തിൽ ഒരു ടീമിനെ നിശ്ചയിച്ച് ഒരു ക്യാപ്റ്റനെയും ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആര്യൻ അതിനകത്ത് വേറെ റോളൊന്നുമില്ല. അവിടെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഭക്ഷണം വൈകി പോവുകയോ അല്ലെങ്കിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയോ ചെയ്താൽ ഇടപെടാം. അതല്ലാതെ കിച്ചൺ ടീം എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊന്നും പറയാനുള്ള അവകാശം ഹൗസ് ക്യാപ്റ്റൻ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഹൗസ് ക്യാപ്റ്റൻ തന്നെ എല്ലായിടവും കൺട്രോൾ ചെയ്താൽ മതിയല്ലോ. ഓരോ സെക്ഷനും പ്രത്യേകം ക്യാപ്റ്റനെ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കിച്ചൺ ടീം വിഷയത്തിൽ അന്തിമ തീരുമാനം കിച്ചൺ ക്യാപ്റ്റന്റേതാണ്. ഇനി അങ്ങനെ അല്ല എന്ന് തന്നെ കരുതുക. ഹൗസ് ക്യാപ്റ്റനും കിച്ചൺ ടീമിന്റെ കാര്യത്തിൽ തുല്യമായ സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു കുഴപ്പം, ഇന്നലെ രാത്രിയിൽ അനുമോൾ വളരെ വ്യക്തമായി ഒരു കാര്യം കിച്ചൺ ടീമിനെ വിളിച്ചു പറയുന്നുണ്ട്. ഈ കാര്യം ഹൗസ് ക്യാപ്റ്റനായിട്ടുള്ള ആര്യനും അറിയാം. അതായത് കിച്ചൺ ടീമിൽ വേറൊരാളെയും കുക്ക് ചെയ്യാൻ അനുവദിക്കരുത്. എന്ത് വേണോ ചെയ്യാൻ ഞാൻ തയ്യാറാണ്, ഞങ്ങൾ തയ്യാറാണ്, മറ്റൊരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കരുത്. ഇങ്ങനെ അനുമോൾ പറയാൻ എന്തായിരിക്കും കാരണം? അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. കിച്ചണിൽ ഒണിയലിന്റെ ടീം ഉണ്ടായിരുന്ന സമയത്ത് ജിസേലിന് മാത്രമാണ് ചില പ്രത്യേക പരിഗണനകൾ കൊടുത്തത്. മറ്റാരെയും കുക്ക് ചെയ്യാനോ കിച്ചണിലേക്ക് അടുപ്പിക്കാനോ അവർ തയ്യാറായിരുന്നില്ല. ബിന്നി ഉൾപ്പെടെയുള്ളവർക്ക് വേറെ ആരെ കൊണ്ടും ചെയ്യിപ്പിക്കാൻ താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഈ വിഷയം പറഞ്ഞാണ് ഒരിക്കൽ റെന ഫാത്തിമ കിച്ചൺ ടീമുമായിട്ട് വഴക്കിട്ടത്. അതായത് ജിസേല് മാത്രം കുക്ക് ചെയ്താൽ മതിയോ, എങ്കിൽ ഞാനും ചെയ്യുമെന്ന് പറഞ്ഞുണ്ടായ വഴക്ക്. പക്ഷെ എന്നിരുന്നാലും ഒണിയലിന്റെ ടീം കുറച്ചൊക്കെ അനുമോളുടെ അടുത്ത് സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ പ്രശ്നം തുടങ്ങിയത് അവിടെ നിന്നല്ല, അതിനുശേഷം വന്ന ജിസേലിന്റെ ടീമിൽ നിന്നാണ്. ജിസേലിന്റെ ടീം മറ്റു പലരെയും കിച്ചണിലേക്ക് കൊണ്ടുവരുന്നതിന് അവർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷെ അനുമോളെ ബോധപൂർവ്വം മാറ്റി നിർത്തിയിട്ടുണ്ട്. അനുമോളെ കിച്ചൺ ഏരിയയിൽ നിന്ന് ജിസേൽ ഓടിച്ചു വിട്ടിട്ടുണ്ട്. കിച്ചൺ ഏരിയയിൽ നിന്ന് അനുമോള് അവർ കാണാതെ ഫുഡ് മോഷ്ടിച്ചു കൊണ്ടുപോയെന്ന് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരിൽ അനുമോള് ഭയങ്കരമായിട്ട് കരഞ്ഞതും പ്രശ്നം ഉണ്ടാക്കിയതും ഒക്കെ നമ്മൾ കണ്ടതുമാണ്. അത് മാത്രമല്ല, കിച്ചണിൽ നിൽക്കുന്ന ജിസേല് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും വീട്ടിൽ ആർക്കും അവരോട് പരാതിയില്ല, പരിഭവമില്ല. ജിസേൽ അടിപൊളിയാണെന്ന വാഴ്ത്തുപാട്ടുകളാണ് അനുമോൾ കേൾക്കുന്നത്. എന്നാൽ പിന്നെ താനും കിച്ചണിൽ കയറി നന്നായി പെർഫോം ചെയ്ത് കാണിക്കാമെന്ന് ഒരുപക്ഷെ അനുമോൾ കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആര്യനോട് അങ്ങോട്ട് ചോദിച്ച് താൻ കിച്ചണിൽ നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അനുമോൾ എന്ത് ചെയ്യുന്നത്, കിച്ചൺ ടീമിലേക്ക് പോകുന്നത്. ജിസേൽ അവിടെ കയറാനുള്ള സാധ്യത മുന്നിൽ കണ്ട് തന്നെയാകണം വേറെ ആരെയും കിച്ചൺ പരിസരത്തേക്ക് അടുപ്പിക്കരുത്, കിച്ചൺ ഡ്യൂട്ടി നമ്മൾ തന്നെ ചെയ്തുകൊള്ളാം എന്ന് അനുമോൾ പറഞ്ഞത്. ഈ കാര്യങ്ങൾ അപ്പാനിയും ആദ്യം സമ്മതിച്ചതാണ്. എല്ലാവരും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. എന്നാൽ ഇന്ന് പെട്ടെന്ന് അനുമോൾ അവിടെ വരുമ്പോൾ ജിസേലിനെ കാണുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കിച്ചണിൽ നിന്ന് ഓടിച്ചു വിട്ട, തനിക്കെതിരെ ഗുരുതരമായ ആരോപണം, അതും ഒരു ഇല്ലാ കഥ പറഞ്ഞു പരത്തിയ ആ ജിസേല് താൻ കൂടി ഉൾപ്പെടുന്ന കിച്ചൺ ടീമില് തന്നോട് ചോദിക്കാതെ താൻ അറിയാതെ നിന്ന് ജോലി ചെയ്യുന്ന കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അനുമോൾക്കുണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷനോ ഒരു പെട്ടെന്നുണ്ടാവുന്ന ട്രിഗർ ചെയ്തുണ്ടാവുന്ന ഒരു ദേഷ്യമോ ആണ് അനുമോൾ അവിടെ കാണിച്ചത്. അത് കുറച്ച് കൂടിപ്പോയെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അതിന് മുമ്പ് നടന്ന സംഭവങ്ങളും അനുമോൾക്ക് ജിസേലിന്റെ അടുത്ത് നിന്നുണ്ടായ സംഭവങ്ങളും കൂടി വിലയിരുത്തുമ്പോൾ അത് നമുക്ക് ഒരിക്കലും അനുമോളെ തെറ്റു പറയാൻ കഴിയില്ല. കാരണം അവര് കിച്ചൺ ടീമിൽ ജിസേൽ ഉണ്ടായപ്പോൾ അനുമോളെ അടുപ്പിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അനുമോൾ ഉള്ള കിച്ചൺ ടീമിൽ എങ്ങനെ ജിസേലിനെ അനുമോൾക്ക് അടുപ്പിക്കാൻ കഴിയും? സ്വാഭാവികമായി അപ്പോൾ പലരും ചോദിക്കുന്നത് അപ്പാനിയുടെ പെർമിഷനോടെ ആണല്ലോ ജിസേൽ നിൽക്കുന്നത് എന്നാണ്. അവിടെയാണ് അനുമോൾ ഉന്നയിക്കുന്ന ടീം അല്ലെങ്കിൽ ഗ്രൂപ്പിസത്തിന്റെ ആരോപണത്തിന് പ്രസക്തിയുള്ളത്. അപ്പാനി, ആര്യൻ, അക്ബർ, സരിക, ജിസേൽ ഇവരൊക്കെ ഒറ്റ ടീമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഗ്രൂപ്പിസം കാരണമാണ് ജിസേലിന് പെർമിഷൻ കൊടുത്തത് എന്ന് അനുമോൾ പറയുന്നത് അവിടെയാണ്. ഇതേ സാഹചര്യം ഒന്ന് മാറി ചിന്തിക്കുക. അനീഷാണ് കിച്ചണിൽ കയറി ഇതുപോലെ ഫുഡ് ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചാൽ അപ്പാനിയും ആര്യനും ഒക്കെ സമ്മതിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ കാര്യം എനിക്ക് തോന്നുന്നു അവിടെ അനുമോളും ചോദിക്കുന്നുണ്ട്. സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, ആട്ടി ഓടിക്കുമായിരുന്നു. കാരണം അനീഷ് അവരുടെ ടീമിന്റെ ഭാഗമല്ല. കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് റെന ഫാത്തിമ ഇന്ന് ഉച്ചയ്ക്ക് വന്ന് ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കിച്ചൺ ടീം ഒഴികെ ഹൗസിലുള്ള മറ്റെല്ലാവരും റെനയ്ക്ക് അവിടെ നിൽക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടെന്നുള്ള ന്യായമാണ് നിരത്തിയത്. ഇതേ സംഭവം ഒരാഴ്ച മുമ്പ്
അനീഷ് ചെയ്തപ്പോൾ കിച്ചണിൽ നിന്ന് ഇറങ്ങടാ എന്ന് പറഞ്ഞവരാണ് ഇവരെല്ലാവരും എന്ന് നമ്മൾ ഓർക്കണം. കിച്ചണിൽ നിന്ന് സംസാരിക്കരുത്, തുപ്പല് തെറിക്കും, മറ്റേ മുടി വീഴും, മറ്റത് വീഴും, മറിച്ചത് വീഴുമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയവരാണ് ബിന്നി ആയിക്കോട്ടെ, അപ്പാനി ആയിക്കോട്ടെ, അക്ബർ ആയിക്കോട്ടെ, അവിടെയുള്ള സകലരും, ഷാനവാസ് ഉൾപ്പെടെ സകലരും. അനീഷിനെ പലതവണ കിച്ചണിൽ നിന്നും കിച്ചൺ ഏരിയയിൽ നിന്നും ആട്ടി ഓടിച്ചവരാണ് ഇവരൊക്കെ. അപ്പൊ ഇന്ന് റെന ഫാത്തിമ ചെയ്ത കാര്യം അനീഷാണ് ചെയ്തതെങ്കിൽ വീട്ടുകാർ മുഴുവനും അനീഷിനെ പഞ്ഞിക്കിടുമെന്ന് പോലും സംശയിക്കേണ്ടതാണ്. ഇത് റെന ഫാത്തിമ ആയതുകൊണ്ടും ഓപ്പോസിറ്റ് അനുമോൾ ആയതുകൊണ്ടും മാത്രമാണ് വീട്ടുകാരവിടെ സംയമനം പാലിച്ചത്. ആ സമയത്ത് ദോഷം പറയരുത്, അപ്പാനി അനുമോളുടെ കൂടെ നിന്നു. കാരണം അത്രത്തോളം ഉണ്ടായിരുന്നു റെനയുടെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ബിഹേവിയർ. ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സംഭവത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, അപ്പാനിയുടെ പെർമിഷൻ വാങ്ങി ജിസേലിന് അങ്ങനെ കിച്ചണിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് ഏകാധിപത്യമല്ലല്ലോ. ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് തികച്ചും ജനാധിപത്യമുള്ള ഒരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്ത് ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആളിന് ഏകപക്ഷീയമായ തീരുമാനമെടുക്കാൻ ഒരിക്കലും റൈറ്റ്സ് ഇല്ല. ക്യാപ്റ്റൻ എല്ലാവരുമായും കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരുമായും ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട ഒരാളാണ്. ഭൂരിപക്ഷം എങ്കിലും ക്യാപ്റ്റൻ എടുക്കേണ്ടതുണ്ട്. ഇവിടെ ക്യാപ്റ്റൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആരോടും ആലോചിച്ചതായി കാണുന്നില്ല. ശാരിക പറയുന്നുണ്ട് അവരറിഞ്ഞിട്ടില്ല. അതുപോലെ ആദിലയും നോറയും പറയുന്നുണ്ട് അവരും അറിഞ്ഞിട്ടില്ല. അനുമോളും അറിഞ്ഞിട്ടില്ല. ഇത് ആകെ അറിയാവുന്നത് ക്യാപ്റ്റനും നമ്മുടെ നെവിനും മാത്രമാണ്. ഇവിടെയാണ് അനുമോൾ ഇന്ന് രാവിലെ മുതൽ ഇടുന്ന എഫേർട്ടിനെ കുറിച്ച് നമ്മൾ കാണേണ്ടത്. ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ആദ്യം ഉറക്കമണീറ്റിയ ആള് അനുമോളാണ്. പുറത്തിറങ്ങി നടക്കുന്നു, അതിനുശേഷം ഓരോരുത്തരെയായി വിളിച്ചുണർത്തുന്നു. അപ്പാനി ആയിക്കോട്ടെ, ആദില നൂറ ആയിക്കോട്ടെ, സകലരെയും വിളിച്ചുണർത്തി. എല്ലാവരും ഉണരുന്നതിന് മുമ്പ് തന്നെ കിച്ചൺ ഡ്യൂട്ടി തുടങ്ങിയ ടീമാണ് ഇന്നത്തെ കിച്ചൺ ടീം എന്ന് പറയുന്നത്. അത് അനുമോളുടെ ഒരു ഡെഡിക്കേഷൻ കൊണ്ടാണ്. തനിക്കും നന്നായിട്ട് കിച്ചൺ ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസും അത് കാണിച്ചു കൊടുക്കണം എന്നുള്ള ആത്മവിശ്വാസവും തന്നെയാണ് ഇവിടെ അനുമോൾ കാണിച്ചത്. ആ അനുമോളുടെ കൂടി പെർമിഷൻ ഇല്ലാതെ അപ്പാനി ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം ടീം നേരത്തെ തീരുമാനിച്ചത് പുറത്തുനിന്ന് ഒരാളെ കിച്ചണിൽ കയറ്റേണ്ടതില്ല എന്നായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ഹൗസ് മേറ്റിന് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ആരെങ്കിലും ഒരാൾ വിശക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് കിച്ചൺ ടീമിനെ വിളിച്ച് അപ്പാനി ആലോചിക്കണം. ഇങ്ങനെയാണ്, ഒരാൾക്ക് ഫുഡ് വേണമെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ തയ്യാറാണോ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്? തയ്യാറാണെങ്കിൽ അവരെ കൊണ്ട് തന്നെയാണ് ആ ജോലി ചെയ്യിപ്പിക്കേണ്ടത്. അതല്ല കിച്ചൺ ടീം പറയാണ് കുഴപ്പമില്ല അവരുണ്ടാക്കിക്കോട്ടെ അവർക്ക് ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞാൽ അങ്ങനെയും തീരുമാനിക്കാവുന്നതാണ്. ഇത് ഏകപക്ഷീയമായിട്ട് അപ്പാനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. കാരണം അവിടെ പ്രധാനമായും കുക്ക് ചെയ്യുന്നത് അനുമോളാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആദിലയും നൂറയും ശാരികയും ഒക്കെയാണ്. അപ്പാനിക്ക് കുക്കിങ്ങിൽ വലിയ വശമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. ഇനി അദ്ദേഹം ഒരു പ്രോ കുക്കാണെങ്കിൽ പോലും ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഹിറ്റ്ലർ അല്ലല്ലോ. ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അവിടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ടീമുമായി കോർഡിനേറ്റ് ചെയ്ത് ആലോചിച്ച് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ കഴിയൂ. മുൻ ധാരണകൾക്ക് വിരുദ്ധമായിട്ട് അദ്ദേഹം ഇപ്പൊ തീരുമാനിക്കുകയാണ് ഒരാളെ കുക്കിംഗ് ചെയ്യാൻ അനുവദിക്കാമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹം ആലോചിക്കണം. അതല്ലാതെ അദ്ദേഹം ഒരു തീരുമാനമെടുത്താൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം മറ്റൊരു ടീം മെമ്പറിനുണ്ട്. അതാണ് അനുമോൾ ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദിലയും നൂറയും ഒക്കെ പറയുന്നത് പോലെ ക്യാപ്റ്റൻ അങ്ങനെ തീരുമാനിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് നിസ്സഹായമായി നിൽക്കാൻ ബിഗ് ബോസ് വീട് ഉത്തര കൊറിയയുമല്ല, ജർമ്മനിയിലെ ഹിറ്റ്ലർ ഭരിക്കുന്ന കാലവുമല്ല. ആ സ്ഥിതിക്ക് അവിടെ ചോദ്യം ചെയ്യാനുള്ള അവകാശം അനുമോൾക്കുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. നമുക്കിഷ്ടമല്ലാത്തൊരു കാര്യം ഭരണകൂടം തീരുമാനിച്ചാൽ നമ്മൾ അതിനെ എതിർക്കാറില്ലേ, സമരം ചെയ്യാറില്ലേ, ചോദ്യം ചെയ്യാറില്ലേ? അല്ലാതെ മുഖ്യമന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്, അവർ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം അങ്ങ് അനുസരിക്കുന്നൊന്നുമില്ലല്ലോ. നമുക്കിഷ്ടമല്ലാത്ത ന്യായങ്ങൾ, തീരുമാനങ്ങൾ അവരെടുത്താൽ നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യും. ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമാണ്, ഒരു കുഞ്ഞു വീടാണ്. ഇങ്ങനെ രാജ്യവുമായിട്ടും സംസ്ഥാനവുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് അവിടെ കാണുന്നത്. അവിടെ അനുമോൾക്ക് ഇഷ്ടമല്ലാത്തൊരു പ്രവൃത്തി അവർ കൂടി അംഗമായിട്ടുള്ള ഒരു ടീമിൽ കണ്ടപ്പോൾ അവരതിനെ ചോദ്യം ചെയ്തു, വളരെ ശക്തമായി തന്നെ. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ മൊത്തം പരിഗണിക്കുമ്പോൾ അനുമോളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അനുമോൾ തയ്യാറായിരുന്നു ജിസേലിന് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ. അനുമോളോട് ചോദിക്കാതെ ജിസേലിനെ കിച്ചൺ ടീമിൽ കയറ്റിയത് ക്യാപ്റ്റൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ജിസേലിന് ഇഷ്ടമുള്ള ഫുഡ് അവർക്കല്ലേ ഉണ്ടാക്കാൻ കഴിയൂ എന്ന് ആദിലയും നൂറയും അനുമോളോട് ചോദിക്കുന്നുണ്ട്. അവനവന് ഇഷ്ടമുള്ള ഫുഡ് വച്ചുണ്ടാക്കുന്ന സ്ഥലമല്ല ബിഗ് ബോസ് വീട് എന്നുള്ളത് അവർ മറന്നു പോവുകയാണ്. ഓരോ കിച്ചൺ ടീമും വരുമ്പോൾ അവർക്കറിയാവുന്നതുപോലെ അവരുണ്ടാക്കി കൊടുക്കും, മറ്റുള്ളവർ കഴിച്ചോണം. എന്നാൽ തനിക്ക് അങ്ങനെ മറ്റുള്ളവർ കഴിക്കുന്നൊന്നും പറ്റില്ല. താൻ വളരെയധികം വ്യത്യസ്തയാണ്. തനിക്ക് മറ്റേ ആലുവ പൊറോട്ട, തമ്പാനൂർ ചപ്പാത്തി, മട്ടന്നൂർ കൊഴുക്കട്ട ഇതൊക്കെ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് അതൊന്നും നടക്കില്ല. എല്ലാവരും കഴിക്കുന്ന തന്നെ കഴിക്കേണ്ടി വരും. വെജിറ്റേറിയൻ ആണെങ്കിൽ നോൺ വെജ് ഫുഡ് ഒഴിവാക്കി ബാക്കിയുള്ളത് കഴിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ സൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ ആദിലയും നൂറയും ഒന്നും പറയുന്ന ആ ന്യായവും നിലനിൽക്കുന്നതല്ല. 5 or 6 പേരുള്ള ഒരു ടീമിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ 6 പേരോടും ചോദിക്കണം എന്നുള്ളതാണ് മര്യാദ. അത് ഒരാളെ ഒഴിവാക്കിയാൽ പോലും, അത് അനുമോളാകണമെന്നില്ല, അത് നെവിനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരാളായിക്കോട്ടെ, അതിൽ ഒരാളെ ഒഴിവാക്കിയാൽ പോലും അത് ക്യാപ്റ്റന്റെ ഭാഗത്തുള്ളൊരു വീഴ്ചയാണ്. ഇന്ന് നടന്ന വിഷയങ്ങളിൽ മൊത്തത്തിൽ അനുമോളുടെ ഭാഗത്തുണ്ടായ ഒരു തെറ്റെന്ന് ഞാൻ പറഞ്ഞു. അത് ബിൻസിയുടെ പേര് വലിച്ചിട്ടതാണ്.
ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ അനുമോൾ വളരെയധികം ബ്രില്യന്റ് ആണെന്ന് തോന്നിയ നിമിഷമായിരുന്നു അത്. കാരണം നമ്മുടെയൊക്കെ വീഡിയോകളുടെ കമന്റ് ബോക്സിൽ അപ്പാനി ബിൻസി കോംബോക്കെതിരായ ഒരുപാട് കമന്റുകൾ നമ്മൾ കണ്ടിരുന്നു. അതായത് ഓഡിയൻസ് അത് ശ്രദ്ധിച്ചിരുന്നുവെന്നും ഓഡിയൻസ് അതിനെ ഒരു തെറ്റായ രീതിയിലാണ് എടുത്തതെന്നും വ്യക്തമാണ്. പുറത്തെ ഓഡിയൻസിന്റെ പൾസ് മനസ്സിലാക്കി ബിൻസി പുറത്തായത് അപ്പാനിയുമായിട്ടുള്ള കോംബോ കാരണമാണെന്നുള്ള അനുമോളുടെ വിലയിരുത്തൽ ഒരു ഗെയിമർ എന്നുള്ള നിലയിൽ പെർഫെക്റ്റ് ആണ് എന്ന് പറയാതെ വയ്യ. പക്ഷേ എന്നിരുന്നാലും പുറത്തുപോയ ഒരു കണ്ടസ്റ്റന്റിനെ വെറുതെ ആ ഒരു വിഷയത്തിലേക്ക് വലിച്ചിടേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. അതിനാൽ തന്നെ പോയിട്ട് അനുമോൾ കാലി പിടിച്ചതോ മാപ്പ് പറഞ്ഞതോ ഒക്കെ എന്തുകൊണ്ടും നല്ല കാര്യമാണ്. അങ്ങനെ സംഭവിച്ചു എന്നതുകൊണ്ട് അനുമോൾ ഉയർത്തിയ വിഷയം നിസ്സാരമായിട്ട് മാറുന്നില്ലെന്ന് മാത്രമല്ല, കിച്ചണിലേക്ക് അനുമോളുടെ കൂടി അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് കടക്കാനും ജോലി ചെയ്യാനുമുള്ള അവസരമൊരുക്കിയ കിച്ചൺ ക്യാപ്റ്റനായിട്ടുള്ള അപ്പാനിയുടെ ഭാഗത്തും യാതൊരു തരത്തിലുള്ള നിലപാടുമില്ലാതെ നിൽക്കുന്ന ഹൗസ് ക്യാപ്റ്റനായിട്ടുള്ള ആര്യന്റെ ഭാഗത്തും ഗുരുതരമായ വീഴ്ചയുണ്ട് എന്ന് വേണം കരുതാൻ. ബിഗ് ബോസിനകത്ത് ഓരോ ടീമുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതത് ഉത്തരവാദിത്വം ആ ടീമുകളാണ് ചെയ്യേണ്ടത്. മറ്റു ടീമുകൾ അവിടെ ഇടപെടാനേ പാടില്ല. ഇനി അഥവാ അങ്ങനെ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണമെങ്കിൽ ഈ ടീമിലുള്ളവർ ആവശ്യപ്പെടണം. അവിടെ ക്യാപ്റ്റന് മാത്രം ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണമെങ്കിൽ ക്യാപ്റ്റൻ ഒറ്റയ്ക്ക് എല്ലാ ജോലിയും ചെയ്യുന്ന ആളായിരിക്കണം. ഇവിടെ അപ്പാനിക്ക് എങ്ങനെയാണ് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റുക? ജോലി ചെയ്യുന്നത് അനുമോളും അപ്പാനിയും ഈ ആദിലയും നൂറയും ശാരികയും എല്ലാവരും ഒക്കെ ചേർന്നിട്ട് ജോലി ചെയ്യുന്നു. പക്ഷെ തീരുമാനം എടുക്കുന്നത് അപ്പാനി ഒറ്റയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ ജോലിയും അപ്പാനി ഒറ്റയ്ക്ക് ചെയ്യണം. അതിന് കഴിയാത്തടത്തോളം കാലം അപ്പാനി ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിർബന്ധമായും മറ്റ് അംഗങ്ങളുമായിട്ട് ആലോചിക്കണമായിരുന്നു. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ പൂർണ്ണമായും ന്യായം അനുമോളുടെ ഭാഗത്താണ് എന്നതാണ് എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ